എന്നാ കേറിക്കോളി. അപ്പൊ ഞങ്ങള് പോവട്ടോ. പൊന്നോ എങ്ങനെയുണ്ട്? ഇതെന്താ സാധനം നോക്ക ഇവിടെ സുമരുമേ? വീട് മാറി തോന്നിയാ? സൂപ്പർ ആയിട്ട് മാഷാ അല്ലാ. മോനോ എങ്ങനുണ്ട്? എങ്ങനെയുണ്ട് കുട്ടി മോനോ? ഇത് പോയ എങ്ങനെയുണ്ട്? വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? അപ്പൊ ഇന്നലത്തെ ബർത്ത്ഡേന്റെ കേക്ക് മുറിയിൽ മോനില്ലാത്തിന്റെ വിഷമം ഇന്നാണ് മാറിയില്ലേ? ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊന്നോടെ അപ്പൊ ഞങ്ങളൊരു യാത്രയിലാണ്. എവിടേക്കാണ് പോണത് നിങ്ങൾക്ക് അറിയോ? എവിടേക്കാണ് പോണേ? അപ്പോ കൊടിഞ്ഞിപ്പള്ളിക്ക് നമ്മളെ മോനുവിന് ലീവ് ആയിട്ട് 2 ദിവസത്തെ ലീവ് ഉണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് അവനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് അമ്മതാവിരിക്കണേ മാളത് അവിടെ. അപ്പൊ ഞങ്ങള് കൊടിഞ്ഞിപ്പള്ളിക്ക് പോണേ. വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. എന്താ വെച്ചാൽ 1 മാസത്തിന് ശേഷം അവനെ കൊണ്ടുവരാൻ പോകണേ. കുട്ടി പോയിട്ട് അതെ, സംഭവം വെച്ചാല് ഇന്നലെ വ്യാഴാഴ്ച വൈകുന്നേരം ഉസ്താവ് വഹിച്ചിട്ട് വെള്ളിയാഴ്ച 4 മണിക്ക് എത്താന്. അതെ. അപ്പൊ എന്താണ്, അപ്പൊ ഞങ്ങള് വൈകുന്നേരം പോവാച്ചിരിക്കുന്നത്. അപ്പൊ രാവിലെ അങ്ങനെ ഇന്നിപ്പോ രാവിലെ കടി ഉണ്ടാക്കിയത്. കടി ഉണ്ടാക്കണതിന്റെ ഇടയിൽ കൂടി കണ്ട് മോന് വിളിച്ചു കാണാൻ ഉമ്മ ഇപ്പൊ തന്നെ വരും, ഞാൻ ഇവിടെ കാത്തിക്കുണ്ട് കാരണം. അപ്പൊ ഞങ്ങൾ ഇതപ്പോ ചായയുടെ ഇനിയാണ്. ഉമ്മ ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ, കടി ഇന്നാലും നിന്നിട്ടില്ല. ഞങ്ങൾ ഇപ്പൊ കേറി പോന്നാണ്. അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവൂട്ടാ, പോയി നോക്കട്ടെ. അതെ അതെ. അന്ന് ഉസ്താദ് പറഞ്ഞെന്താ അറിയാമോ വോയിസിലുണ്ട്, ശരിക്കും അടുത്ത ആഴ്ചയാണ് ലീവ്. അടുത്ത ആഴ്ച എന്താ അവിടെ സ്വലാത്തും വലിയ വമ്പ പരിപാടി അവിടെ വേണമെന്ന് കുട്ടികൾ അവിടെ നിർബന്ധമായിട്ടും വേണം. അപ്പൊ അടുത്ത ആഴ്ചക്കുള്ള ലീവ് ഈ ആഴ്ച തന്നെ കൊടുത്തതാണ്. ഇന്ന് വെള്ളിയാഴ്ച എന്താ ഇപ്പൊ സ്കൂളിന് ലീവാണോ എങ്ങനെയാന്ന് അറിയില്ല, പോയി നോക്കട്ടെ. വിളിച്ചാ പറഞ്ഞു സ്കൂൾക്ക് ചെല്ലണ്ട പറഞ്ഞേ ടീച്ചറെ. സ്കൂള് ഇന്ന് എന്താണ് ഇല്ലല്ലോ, വൈകുന്നേരം സ്കൂളിൽ വിടണ നേരത്തേക്ക് ചെല്ലാൻ പറഞ്ഞിരുന്നു. അതെ. അപ്പൊ ഇനിയിപ്പോ ഏതായാലും സന്തോഷമായി. രാവിലെ തന്നെയാണ് കേട്ടപ്പോഴേ ഭയങ്കര അൽഹംദുലില്ലാഹ് പറഞ്ഞ ഫോണ്. 1 മാസമായി ആള് പോയിട്ട്. മാസായി. അതെ. കഴിഞ്ഞ ആഴ്ചയും കൂടി അമ്മ എന്താണ് ഞായറാഴ്ച ഞാൻ പോവാൻ നിക്കേ ഞങ്ങള്. അപ്പൊ ഞായറാഴ്ച എന്റെ അമ്മ വെള്ളിയാഴ്ച ഏതായാലും എനിക്ക് വരാനുള്ളതല്ലേ. അപ്പൊ ഞാൻ ഞായറാഴ്ച പോക്കും കൂടി ഇല്ലാതാക്കിയപ്പോ ഞാൻ ഇന്നലെ വോയിസ് വരായിട്ട് ആകെ ടെൻഷനായിരുന്നു. റബ്ബേ പിന്നെ എങ്ങനെയല്ലേ നമുക്ക് ഇന്ന് വെള്ളിയാഴ്ച കാണാനേ പോവാറിനപ്പോഴാണ് ഇപ്പൊ ഈ വോയിസ് വന്ന് കൊണ്ടുവരാൻ പോവാറുണ്ട്. ഫോൺ ചെയ്താലും ഒന്നിപ്പോ കുറച്ച് ടൈമല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. സംസാരിക്കില്ല, കണ്ടുങ്ങാണ്ട് പോരും മര്യാദ. അവല്ലേ എന്നും ഇങ്ങനെ ഫോൺ വിളിച്ചുമ്പോഴോ അധികം സംസാരിക്കാറില്ലല്ലോ. അപ്പൊ തന്നെ മനസ്സിക്ക് ഭയങ്കര ടെൻഷനാണ്. നമ്മളൊപ്പം പോരുമ്പോ അങ്ങനെ പിന്നെ എന്താണ്, പിന്നെ കൊറേ നേരത്തിന് എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഫോൺ വിളിച്ചിട്ട് വെച്ചാല്. അപ്പൊ കാണാൻ ഇങ്ങനെ പൂതിയാവും. അപ്പൊ ഏതായാലും നമ്മള് പോയി നോക്കട്ടാ. കൈ കടിയുണ്ടാവും. അപ്പൊ ഏതായാലും കൊടിഞ്ഞിപ്പള്ളിക്ക് പോവാണ് മോനെ. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് വീഡിയോയിൽ ഉൾപ്പെടുത്താം. അവിടുത്തെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ ഏതായാലും മാറ്റി നിൽക്കണ്ടാവും, അങ്ങനെ കയറ്റിയ പോരെ. എന്തായാലും പോയി നോക്കണേ. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ലൈക്ക് ചെയ്യാ, കമന്റ് ചെയ്യട്ടാ. അതെ. അപ്പൊ വരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാ. കൊടിഞ്ഞിപ്പള്ളി പരിസരവും പ്രദേശം ഒക്കെ ഒന്ന് കാണാം. മോനുവിന്റെ പുതിയ വിശേഷം ഒക്കെ ഒന്ന് കേൾക്കാം. അപ്പൊ വീഡിയോയിലേക്ക് പോവാ. അപ്പൊ നമ്മള് കൊടിഞ്ഞി അങ്ങാടിയിലെത്തി. എന്നും പോണ റോട്ടിൽ കൂടി പോണില്ല. എന്താ വെച്ചാല് എന്ന് ഞങ്ങള് ആ റോട്ടിൽ പോയി പെരയിലെത്തിയ വണ്ടി പഞ്ചറായിട്ടുണ്ടാവും ടയറില്. എന്ന് അതിന് ആ റോട്ടിൽ കൂടി പോയി തിരിച്ച് വീട്ടിലെത്തി. പിറ്റേ ദിവസം രാവിലെ കാറ്റ് പോയിട്ടുണ്ടാവും. ഈ ട്യൂബ്ലെസ് ടയർ ആവുമ്പോഴേ പെട്ടെന്ന് ഈ കിടങ്ങി ചടങ്ങ് ഇതിലൊക്കെ വീണിട്ട് കരിങ്കല്ലിന്റെ ഗ്യാപ്പിലൊക്കെ വീണിട്ട് പെട്ടെന്ന് ഇതാവുണ്ട്. കരിങ്കല്ല് പതിച്ച റോഡല്ലേ, പിന്നെ വല്ല വെള്ളം നിന്നിട്ടും അതിന്റെ വാർപ്പിന്റെ കമ്പികളും ഒക്കെ ഉണ്ട്. ഒരു കഥ. അങ്ങനെ എന്താണ് ആ റോഡ് കൂടി പോയി നമ്മള് വേറെ റോഡിലൂടെ പോണേട്ടാ. ആ റോഡ് തന്നെ മഴ ഇങ്ങോട്ട് പെയ്താൽ ഇതാ വെള്ളം നിക്കലാണ്, ആകെ നാസാകുസാവും. ഇല്ലേ? അപ്പൊ കുറച്ച് ആ റൂട്ട് പെട്ടെന്ന് ഇപ്പൊ ഞങ്ങൾ എത്തി പള്ളിക്കല്. ഇത് കുറച്ച് വളർന്ന് തിരിഞ്ഞ് പോണം, കൊറേ പണിയുണ്ട്. കുറച്ച് വളഞ്ഞു കുടിച്ചണം. ഫാമിലി ടെക്സ്റ്റൈൽസ് ഞങ്ങൾ അടയാളം വെച്ചിട്ടുള്ള ഈ ടെക്സ്റ്റൈൽസ് ആണ്. അപ്പൊ നമ്മള് അടയാളം വെച്ചിട്ടുണ്ട ഈ ഫാമിലി ഇവിടെയാണ് തിരിയാള്. ചിലപ്പോ മറക്കുപോയി. അതിന് വേണ്ടിട്ടാ മോന് നാളെ തിരിച്ചു വരുമ്പോഴേ ആ ടെക്സ്റ്റൈൽസ് നമ്മള് വേറെ വൈക്കല്ലടാ പോണ് തന്നെയാണ്. അപ്പൊ ഏതായാലും ഈ റോഡ് കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ പൈപ്പ് ലൈനൊക്കെ കീറിയിട്ട് ലേശം
ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, ചിലത് മെറ്റലൊക്കെ ഇട്ട്. നമ്മള് ഫസ്റ്റ് പോയെന്ന് ഭയങ്കര കച്ചറായിരുന്നു. അതെ, ഇത് പണിയെടുക്കുന്നു. ആ റോഡിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇത് റബ്ബറൈസറാ അല്ലേ? അതാണ് ഇത്രയും നേക്കുള്ള റോഡാ. പിന്നെ ഇപ്പൊ നമ്മുടെ ഈ കൊടിഞ്ഞിപ്പള്ളിന്റെ വലിയൊരു മഹിമ കൊണ്ടൊക്കെയാണ് ഇവിടെ കൂടുതൽ ആളുകൾ വരുന്നതും ഈ പള്ളിയിൽ കുട്ടികളെ ചേർക്കുന്നതൊക്കെ എന്ന് വെച്ചാൽ റോഡൊക്കെ നോക്കിയാൽ ആരും വരില്ല. പക്ഷെ നല്ല പള്ളി അടിപൊളിയാണ്, ദർസും കാര്യങ്ങളൊക്കെ സൂപ്പറാ. അതെ, കാരണം റോഡൊന്നും ആളുകൾക്ക് വിഷയമില്ല, അത്രയും നല്ല ദർസും പള്ളിയൊക്കെ ആയതുകൊണ്ട് ഉഷാറാണ് അല്ലേ? ആ അതെ. ഒരു വണ്ടി സൈഡ് വന്നപ്പോഴും സൈഡ് വരാൻ പോലും വേക്കോട്ടെ അങ്ങോട്ട് പോകാൻ ഇല്ലാണ്ടല്ലേ ഇനിയും പോണ്ടേ. എത്തി. ഇവിടെ അതിനെക്കാട്ടും വലിയ കുളം. ഇത് ഓരൊക്കെ കളിച്ച ആ പാടില്ലല്ലേ? ആ പാടം തന്നെ. എന്നാ ഇന്ന് കച്ചവടക്കാരൊക്കെ ഉൾപ്പെടുത്താൻ പറ്റൂല. വെള്ളിയാഴ്ച രാവിലെ കച്ചവടക്കാരുണ്ടാണ്. അപ്പൊ ഇവിടെ മക്കളെ എല്ലാ വെള്ളിയാഴ്ചയും കൊടിഞ്ഞിപ്പള്ളി ദർശന്റെ മുമ്പിൽ കുറെ കച്ചവടക്കാർ വരും, ഈ നേർച്ചയിലൊക്കെ വരും പോലെ. നേരെ വൈകി വരുന്നോണ്ട് ഞങ്ങള് കാണലില്ല. അതെ, ഇന്ന് ഏതായാലും കാണാൻ കഴിഞ്ഞു. ആ വണ്ടി പാർക്ക് ചെയ്യാൻ അവിടെ ഉണ്ടല്ലേ, രസമുണ്ടല്ലേ? നമ്മള് പണ്ടത്തെ സിനിമയിലെ കണ്ടില്ലേ ഈ പുഴയും കടന്ന് എന്നൊക്കെ ഉള്ളേ അല്ലേ? ആ രസമുണ്ട്. അപ്പൊ ഞങ്ങളിതാ കൊടിഞ്ഞിപ്പള്ളിയിൽ എത്തിയിട്ടാ. മോനുവിനെ കത്തിക്കണ്ട് മോനെ കുളിക്കുന്നേ. ആളിതവിടെ റെഡിയിൽ ഇരിക്കണ്ട് കേട്ടാ. അല്ല മൂപ്പര് തങ്ങള് പോയാ ഇവിടെ ഇല്ല. നല്ല വെയിലാണ് എന്നിട്ടാ, മഴയൊക്കെ ഒഴിഞ്ഞു നിന്ന്. കൊടിഞ്ഞിപ്പള്ളി കാണാൻ പ്രത്യേക ഭംഗിയൊന്നുണ്ട്. പാടത്തുള്ള വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട്. എപ്പോഴും ആളുകളൊക്കെ എപ്പോഴും വന്ന് കാണാനൊക്കെ വരുന്ന ഒരു പ്രധാനപ്പെട്ട പള്ളിയിലൊന്നാണിത്. അപ്പോൾ മോനുൻ്റെ റൂമിൽ പോയൊക്കെ കേട്ടോ, അവർ ഡ്രസ്സൊക്കെ എടുക്കാണ്ട് പോയിട്ടുണ്ട്. ഇത് അവരെ സീനിയർ സ്റ്റുഡൻസിൻ്റെ റൂമാണ്. ഇനി ഇവിടെ നേരെ മേലത്തെ റൂമിലാണ് മോനുള്ള കേട്ടോ. മുമ്പ് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്, പോയി നോക്കാം. പുതുപ്പറമ്പ് പോക്കി വരുമ്പോൾ എടുത്തുവച്ചില്ല സാധനങ്ങളൊന്നും മോന എടുത്തുവച്ചിട്ടില്ല. ഇത് ആ പെട്ടിക്കത്ത് മോനെന്താ നോക്കണ പൊന്നോ? മോന് വരച്ചതാട്ടാ. ഇത് ശരിക്കും കൊടിഞ്ഞിപ്പള്ളി വരച്ചതാ ജി? അതിന്റെ രൂപം അതെ. അപ്പൊ മോന് വരച്ചാണ്ട കമന്റ് ചെയ്യോണ്ട്, എങ്ങനെ ഉണ്ട് കമന്റ് ചെയ്യോണ്ട്. ആള് പൊതുവെ ചിത്രം വരക്കുന്ന ആളാണ്. എല്ലാരും വീട്ടിൽ പോകാൻ നല്ല ഒരുങ്ങാണ്, ഭയങ്കര സന്തോഷത്തിലാണ് അല്ലേ? ഞങ്ങളെവിടെയല്ലേ വരുന്നേ? വീട് പുതുപ്പറമ്പാ? പൂക്കിപ്പറമ്പില്ലേ? നിങ്ങളൊക്കെ പരപ്പനങ്ങാട്ടില്ലേ? നിങ്ങളെപ്പോ വരുമോ? അമ്മ വരുമോ? അതെ. പിന്നെ നമ്മളെ പോരാനുള്ള ആൾ ഇതാണ്ടാ, ദായി ഉസ്താദ്. ഇയ്യോ അവിടെ തന്നെ പൂക്കിപ്പറമ്പാ?
പറമ്പ്. അപ്പോൾ ഏതായാലും ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പോകാനുള്ള പരിപാടിയിലാട്ടാ. ഇങ്ങനെയാണ് ഈ തളിക്കണ്ടിന് പേരുണ്ട് എന്തെങ്കിലും? ഉദവിക്കെട്ട്. അപ്പോൾ ഉദവിക്കെട്ട് എങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. കണ്ടോളി, നമ്മളെ മോനും ഇതാ കെട്ടി കൊടുക്കേണ്ടവർക്ക്. എന്നാലും ഏകദേശം ഒന്ന് അറിയാലോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഉദവിക്കെട്ട്, ഉസ്താദന്മാരെ കെട്ടുന്ന ഉദവിക്കെട്ട് എങ്ങനെ കെട്ടുക എന്നുള്ളത് ഇപ്പോൾ കണ്ടോളിട്ടാ. ഞാനും കുറേ ഇതൊന്നും അറിയണമെന്ന് വിചാരിച്ചു തുടങ്ങിയിട്ട്. മാഷാ അല്ലാ, ഇങ്ങനെയാണ് പരിപാടി അല്ലേ? ആ തല അവിടെ അങ്ങനെ കിടക്കൂലേ? അങ്ങനെ അങ്ങോട്ട് പോരുമോ? ബാക്കത്തിൽ അവിടെ കിടക്കും. സംഗതിയല്ല ഭംഗിയുണ്ട് അല്ലേ? ഇനി അത് അയക്കാതെ അങ്ങനെ എടുത്തുകൊണ്ട് അവിടെ തന്നെ വെക്കാറല്ലേ? അയ്യോ കണ്ടില്ലേ? അപ്പോൾ ഈ ഉദവിക്കെട്ട് ഇങ്ങനെയാണ് കെട്ടല് കേട്ടോ. അവരൊക്കെ കെട്ടിയിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, ഉഷാറില്ലേ? ഇത് ഉദവി കെട്ടാനല്ലേ? നല്ല കുട്ടിയാണ്. ഓക്കെ, നീ ചട്ടിക്കോ. അപ്പോൾ സ്ഥാപിക്കലിൻ്റെ ഇവിടുന്ന് പഴയ ദർശനം കണ്ടിട്ടുണ്ട്. സ്ഥാപിക്കലിൻ്റെ ഒപ്പി എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബറാണ്, വീഡിയോ കാണലുണ്ട്. അപ്പോൾ കണ്ടോളിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടി, വീഡിയോയിൽ മോനെ കാണുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി. ആ മോനു ഫാനൊക്കെ നിർത്തുന്നു. അടിയത്തെ വൈദ്യുതി ലാഭിക്കൂ. അവിടെ ഉമ്മ അവിടെ കാത്തു നിൽക്കുക. ഓക്കെ, വെള്ളിയാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ കച്ചവടം ഇവിടെ. ഇവിടെ കടകളൊക്കെ കുറവായതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഇതിലൊക്കെ പറയും. അവിടെ ഉസ്താദ് പ്രസംഗിക്കുമ്പോഴൊക്കെ കുട്ടികളെ കൊണ്ടുവരാൻ വരുമ്പോൾ ഇവിടെ വെള്ളിയാഴ്ച നല്ല രസമാണ്, കുറേ കച്ചവടമൊക്കെ വരും. നമ്മൾ കുറുകത്താണ്, ചെറുശോല കാക്കാത്തടന്നൊക്കെ പറയും. പാത്രക്കല ഇവിടെ ഈ ദിവസം വന്ന് ചെയ്യണതാ കച്ചവടം? എപ്പോഴാ കയ്യില് കഴിയൂല? അതിൻ്റെ ഒരു മോൻ പഠിക്കുന്നു, മോനെ കൊണ്ടുവരാൻ വന്നു. നമ്മളെ വണ്ടി ഇവിടെ ഒക്കെ ഉണ്ട്. എന്നാ കയറിക്കോളി. അപ്പം ഞങ്ങൾ പോകട്ടാ. പൊന്നോ പോവാ, പൊന്നിച്ചാൽ മതി. അതിൽ അടിക്ക് വെച്ചോ. ഞങ്ങൾ പോവണേ. കയറിക്കോ അമ്മ, കയറി. പൊന്നോണ്ട് പോരാ, മുമ്പക്ക് ഇങ്ങോട്ട് പോരാ, പോരാ മുമ്പ് പോരാ. അപ്പൊ മക്കളെ ഞങ്ങളിത് എല്ലാരും കൂടി ഇങ്ങനെ പോവുകയാണ് വീട്ടിക്ക്. മോനും രണ്ട് ഫ്രണ്ടുകളൊക്കെ ഉണ്ട്, നേരത്തെ കാണിച്ചില്ല. അവർ രണ്ടാളത് അതിലുണ്ട്, വണ്ടിയിലുണ്ട്. മാഷാ അല്ലാ. അപ്പൊ അവരിവിടെ പൂക്കിപ്പറമ്പിൽ ഇറങ്ങുകയാണ്. ഇവിടുന്ന് അവരുടെ വീട്ടിക്ക് ഇവിടുന്ന് എളുപ്പാന്നാ പറഞ്ഞതിട്ടാ. ഓക്കെ, മോനുവിന്റെ വരുന്നവരൊരു മോനുവിന് നല്ല വിശപ്പ്. ആരും അവിടെ ഒന്നും കഴിച്ചിട്ടില്ല, എന്നെ സന്തോഷത്തിലാണ്. അപ്പോൾ ഏതായാലും നമ്മൾ മുഗൾ റെസ്റ്റോറൻറ്റ് ഇടയിൽ കൂടെ ഒന്ന് കയറി ചെറിയ മട്ടത്തൊന്ന് കഴിക്കണം. ക്യാൻറ്റീനിൽ പോയി തുറന്നു നോക്കി, നല്ല അടിപൊളി ഉപ്പുമാവൊക്കെ ഉണ്ട്. ആ സന്തോഷത്തിലേ കഴിക്കാതെ പോണ. ചെമ്പലുണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ ഏതെങ്കിലും കഴിക്കട്ടെ കേട്ടോ. അപ്പൊ ചെറിയ മട്ടത്തില് ഭക്ഷണമൊക്കെ കഴിച്ച് പൊറാട്ടയൊക്കെ കഴിച്ചിട്ട് വരാം. ഉമ്മാക്കും മാളൂനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കടല മുട്ടായി കേട്ടോ. അപ്പൊ കടല മുട്ടായി കഴിച്ചിട്ട് ഇങ്ങനെ പോവാണ്. ഉമ്മ ഇഷ്ടമല്ല കടല മുട്ടായി? കടലമുട്ടായി, എള്ളുമുട്ടായി ഒക്കെ ഇഷ്ടമാണ്. ഞാൻ അതാ വാങ്ങുള്ളൂ, ഇഷ്ടം. മോനോണിഞ്ഞ് നമ്മളെ വീട്ടിൽ നല്ല അടിപൊളി സർപ്രൈസ് കാത്തിരിക്കുന്നുണ്ട് കേട്ടാ. മോനോ നല്ല അടിപൊളി സർപ്രൈസ് കാത്തിരിക്കുന്നുണ്ട്. പറയണ്ടല്ലോ. വീടിന്റെ ഏകദേശം അടുത്തെത്തി തുടങ്ങി.
അപ്പൊ അങ്ങാടിന്ന് മോനെല്ലാം ഫുഡൊക്കെ കഴിച്ചത് അങ്ങനെ എന്താ ഫുഡ് കഴിക്കാഞ്ഞ് എന്താ ഫുഡ് കഴിക്കാഞ്ഞ് മേലെ കളിച്ചേന്ന് ഫുഡ് ചോദിച്ചില്ല അവിടെ നല്ല അടിപൊളി ഫുഡാണ്. പക്ഷെ ഓൾക്ക് നേരം കിട്ടൂല. നേരം കിട്ടാത്ത ഓൾക്ക് കളിച്ചു കാണ്ടാണ്. പിന്നെ ഞാൻ പോയിക്കാണ്ട് ക്യാൻറ്റീനിൽ പോയിക്കാണ്ട് എന്താണ് ചെമ്പം തുറന്നു നോക്കി നല്ല അടിപൊളി തിന്നാൻ തോന്നിട്ടാ. പിന്നെ മോശമല്ലേ അംസാക്കുണ്ട് അവിടെ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അത് തുറന്നു നോക്കിക്കാണ്ട് പോന്നേ. നല്ല അടിപൊളി ഉപ്പുമാവും ഒക്കെ ഉണ്ട്. രാവിലെ എന്താ പൊരിച്ചപത്തിരി ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. പക്ഷെ ഓല് കളിച്ചുകാണ്ട് തിന്നിട്ടില്ല. അപ്പൊ ഓന് വിശക്കണേ അതിന് മണി കാത്തുന്ന ഒരു പെട്ടിക്കും മണി കാത്തതാണല്ലേ ആ ബോളുണ്ടാവില്ല. അപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിമോനെ ഇവിടെ സ്കൂളിൽ പോകാൻ വേണ്ടി കാത്തിക്കാണ്. അല്ല നേരം പോയിട്ടോ കൊഴപ്പില്ല. ഇപ്പൊ പോയാ മതി. അപ്പൊ ഞങ്ങളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ മക്കളെ. ഉമ്മ വെറ്റില മുറുക്ക് തുടങ്ങിയിരിക്കണേ. കാരണം ആണ്ട് എത്താനുള്ള ഗ്യാപ്പ് ഇല്ലായിരുന്നു ഉമ്മ. ഇല്ലമ്മ അവിടെ പോയി തുപ്പാനായില്ലേ? അവിടെ പോയി തുപ്പാനായത്. അവ വെറ്റിലടക്കൊക്കെ തിന്നിക്കണേ ഉമ്മ. അപ്പൊ നമ്മള് വീട്ടിലേക്ക് എത്താനായിട്ടാ കാണിച്ചു തരാം. വേറെ ദിവസം എണ്ണി ഏതായാലും മോനും എത്തി. മോന് നാട് ഇങ്ങനെ കാണാണ്. അതെ അപ്പൊ നമ്മുടെ വീട്ടിക്ക് ഇമ്മക്കെ തുറന്നു തന്നാ ചെറുതായിട്ട് കൊടുക്കും. കുഞ്ഞിപ്പാക്ക് സലാം കൊടുക്കാണ്. കുഞ്ഞിപ്പ ഷർട്ടിട്ട് ഇടില്ല. ഉമ്മ ഇറങ്ങിയില്ല. മോനോ എങ്ങനെയുണ്ട് കുട്ടി മോനോ? ഇത് പോയ എങ്ങനെയുണ്ട്? വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഇതെന്താ നോക്കാം ഇവിടെ എന്താക്കാ? അന്റെ പുസ്തകം അതിനുള്ളിട്ടാ മോനെ എത്ര വാച്ചിട്ടാലും തയ്യില്ല. ശരിക്കും കണ്ടതാണ് ഞെട്ടിക്കണേ. ഫോണിന്റെ കവറാണോ കേട്ടോ? എങ്ങനെയുണ്ട്? ഇതെന്താ സാധനം നോക്ക ഇവിടെ ചുമരുമേ? വീട് മാറി തോന്നിയാ? സൂപ്പർ ആയിട്ടില്ലേ? മാഷാ അല്ലാ. മോനോ ഓക്കെ. ഏതായാലും ഇതെങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസും സന്തോഷം നൽകട്ടെ അല്ലേ? ആമീൻ. ഇതൊക്കെ എങ്ങനെയുണ്ട്? പോയി അപ്പൊ ഏതായാലും നമ്മൾ ഇതിന്റെ വിശദമായിട്ട് ഒരു ഹോം ടൂർ ചെയ്യുന്നുണ്ട്. നമ്മൾ വീടൊക്കെ കാണിക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഫുള്ളായിട്ട് പോയി കാണിക്കണില്ല. വീഡിയോ ലെങ്ത് കൂടും ചെയ്യും. ഓക്കെ. അപ്പൊ ഇന്നലത്തെ ബർത്ത്ഡേന്റെ കേക്ക് മുറിയിൽ മോനില്ലാത്തതിന്റെ വിഷമം ഇന്നാണ് മാറിയില്ലേ? ഇന്നലത്തെ കേക്ക് കുഞ്ഞിപ്പ എന്നൊക്കെ ആക്കി മാറ്റി. ഇതല്ലേ അടിപൊളി കേക്ക്. ഏത്?
മോനും ഇവിടെ മോനു ടോട്ടലി നമ്മളെ വീട്ടിൽ വന്നിട്ട് ആകെ അമ്പരത്തിക്കണേ. മാഷാ അല്ലാ. മോന് പറഞ്ഞതാണ് ഏതായാലും വേറെ ഏതോ വീട്ടിൽ ചെന്നമാരുണ്ട് എന്ന് പറയണേ. അപ്പൊ ഏതായാലും ഇതൊക്കെ ചെയ്ത് നമുക്കൊക്കെ ചെയ്തെന്ന് ഏതായാലും നമ്മളെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, അദ്ദേഹത്തിന് അല്ലേ ദീർഘായുസ്സും ആഫിയത്തും സന്തോഷം നൽകട്ടെ അല്ലേ. ജാമ്യം പറഞ്ഞില്ലേ? പ്രത്യേകിച്ച് മോനോട് ദുആ ഉണ്ടാവും, മോനോട് ചെന്നല്ലേ ഉണ്ടാവും. പിന്നെ ഒരു ഹോം ടൂർ വീഡിയോ ചെയ്യുന്നുണ്ട്. ടോട്ടലി നമ്മളെ വീടിന്റെ പുതിയ ഭാഗങ്ങളൊക്കെ പുതിയ രൂപങ്ങളൊക്കെ ഫുള്ള് കാണിക്കുന്ന ലെങ്ത് കൂടുതലാണ്. വീഡിയോ അവിടെ നിന്നൊക്കെ എടുത്താണ് കേട്ടോ. അപ്പൊ ഇവിടെ പിടിച്ചു വെച്ചതാണ്, ഒരുപാട് സംഭവം കാണാണ്ട്. അപ്പൊ ടോട്ടലി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതാ വന്നിക്കണേ എന്റെ ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ടാണ് അല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പൊ വീഡിയോ കണ്ടോലൊക്കെ ലൈക്ക് ചെയ്യോണ്ടിട്ടാ. ലൈക്ക് ചെയ്താലും നമ്മള് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യണം നിർബന്ധമായിട്ട്. നല്ല കുട്ടികളല്ലേ. അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റിലൂടെ അറിയിക്കുക. മോനിന്റെ സർപ്രൈസ് ആണെന്ന്. മോനിന് ഇനി ഒരുപാട് സംഭവങ്ങൾ കാണാണ്ട്. അവിടെ ഇനി മോനിനെ സ്വാതന്ത്ര്യനാക്കിയത്. അപ്പൊ എല്ലാവർക്കും ഞങ്ങൾ നാളെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത്. ഇനിയുണ്ട്. എല്ലാവർക്കും ബൈ ബൈ. ബൈ.